ബ്രസീലിയൻ സുൽത്താൻ തിരികെ നാട്ടിലേക്ക് ആരും പ്രതീക്ഷിച്ചില്ല. 32-ാം വയസ്സിൽ നെയ്മർ ബ്രസീൽ ലീഗിൽ തിരികെ എത്തും എന്നുള്ളത്. എന്തായാലും അദ്ദേഹത്തെ സംബന്ധിച്ച് ഇതൊരു വയസ്സായുള്ള ഒരു ഡിസിഷൻ തന്നെയാണ്. അൽ ഹിലാലുമായുള്ള കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്ത് സാന്റോസിൽ ചേരാൻ പോവുകയാണ് നെയ്മർ. എന്തായാലും ഇത് സംബന്ധിച്ച് ഒഫീഷ്യലായിട്ടുള്ളൊരു അറിയിപ്പ് വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇത് ഡീല് കൺഫേംഡ് ആണ്. അതുകൂടാതെ തന്നെ അദ്ദേഹത്തെ അൺവീൽ ചെയ്യുന്ന പ്രോസസ്സൊക്കെ അധികം വൈകാതെ തന്നെ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം നെയ്മറെ സംബന്ധിച്ച് ഇതൊരു വലിയൊരു മാറ്റം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കരിയറിനെ ഒരു അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു അവസരമാണ്. പ്രത്യേകിച്ച് ലാസ്റ്റ് ഡാൻസ് എന്നൊക്കെ പറയാൻ പറ്റും. കാരണം അടുത്ത ലോകകപ്പ് 2026 ലോകകപ്പിൽ കളിക്കുക എന്നതാണ് തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് അടുത്തിടെ നെയ്മർ പറഞ്ഞിരുന്നു. കാരണം നെയ്മറെ പോലെ ഇത്രയും പ്രതിഭയുള്ള ഒരു താരം ഒരുപക്ഷെ മെസ്സിയും റൊണാൾഡോയും കഴിഞ്ഞ ഈ ഒരു ജനറേഷൻ, നെയ്മർ കുറച്ച് പ്രായം കുറവാണ് ഈ രണ്ട് താരങ്ങളെക്കാൾ, എന്നാൽ പോലും ടോട്ടലി നോക്കാൻ കഴിഞ്ഞ ഒരു 20 വർഷത്തെ ഫുട്ബോൾ ചരിത്രം നോക്കുകയാണ്. മെസ്സിയും റൊണാൾഡോയും കഴിഞ്ഞാൽ പിന്നീട് മൂന്നാമത് നമ്മളൊരു പേര് പറയുന്നുണ്ടെങ്കിൽ അത് നെയ്മറിന്റെ പേര് തന്നെയായിരിക്കും. കാരണം അത്രയ്ക്കും അനുഗ്രഹീതനായ ഒരു ജോഗോ ബൊണീറ്റോയുടെ വക്താവ് തന്നെയാണ്. ഒരു സൗന്ദര്യാത്മക ഫുട്ബോളിന്റെ വക്താവാണ്. അന്യം നിന്നു പോകുന്ന താരങ്ങളിൽ അല്ലെങ്കിൽ ആ ഒരു ശൈലി വിഭിന്നമായിട്ടുള്ള അപൂർവം താരങ്ങളിൽ ഒരാളാണ് നെയ്മർ. അപ്പൊ നെയ്മറിന്റെ കോൺട്രിബ്യൂഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ പിന്നെ വരുന്ന കാര്യമാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്. കാരണം അദ്ദേഹം പ്രതിഭയ്ക്കനുസരിച്ചുള്ള ഒരു റിസൾട്ട് അദ്ദേഹത്തിന് ഇന്റർനാഷണൽ ഫുട്ബോളിൽ അല്ലെങ്കിൽ ക്ലബ് ഫുട്ബോളിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് ഒരു സംശയമായിട്ട് നിൽക്കുന്നത്. കാരണം അദ്ദേഹത്തിന് ബലൻഡിയോർ ലഭിച്ചിട്ടില്ല. അതുകൂടാതെ ബ്രസീലിന് വേണ്ടി ലോകകപ്പ് നേടാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ബ്രസീലിന് വേണ്ടി ഒരു കിരീടം പോലും നേടാൻ നെയ്മറിന് കഴിഞ്ഞിട്ടില്ല. അപ്പം അതൊക്കെ വലിയ ഒരു തിരിച്ചടി തന്നെയാണ്. കാരണം പരുക്ക് തന്നെയാണ് നെയ്മർ അല്ലാതാക്കിയത്. കാരണം നെയ്മർ എന്ന് പറയുന്ന ഒരു പ്രതിഭ അത്രയും വലിയൊരു ഹൈപ്പിൽ സാന്റോസിൽ നിന്ന് ബാഴ്സലോണയിലേക്ക് വരുന്നു. പിന്നീട് ബാഴ്സലോണയിൽ നിന്ന് PSG റെക്കോർഡ് ട്രാൻസ്ഫർ ചരിത്രത്തിൽ തന്നെ ഏറ്റവും റെക്കോർഡ് തുക 222 മില്യൺ യൂറോയ്ക്ക് PSG പോകുന്നു. അതിനുശേഷം അൽ ഹിലാലിലേക്ക് അദ്ദേഹം വരുന്നു. അതും വമ്പൻ റെക്കോർഡ് സാലറിയൊക്കെ വാങ്ങി. അപ്പം ഇത്തരം ഒരുപാട് മൊമെന്റ്സും ഒക്കെ ഉണ്ടായിരുന്നു. എന്നും വാർത്തകൾ നിറഞ്ഞു നിന്ന ഒരു പ്ലെയറാണ് നെയ്മർ. പക്ഷേ അദ്ദേഹത്തിന് എന്തുകൊണ്ടോ ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിഭയ്ക്കനുസരിച്ചുള്ള ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. എന്തുകൊണ്ടെന്നല്ല, അത് പരിക്ക് തന്നെയായിരുന്നു ഒരു മെയിൻ റീസൺ. പിന്നെ ചില ചോയ്സസിൻ്റെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹം ബാഴ്സലോണയിൽ 1-2 വർഷം കൂടി നിൽക്കുകയായിരുന്നെങ്കിൽ ചിലപ്പോൾ കുറേയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കരിയറിൽ. PSG പോയതൊരു വലിയ മണ്ടത്തരമായി പോയി എന്നുള്ളൊരു വിലയിരുത്തൽ പൊതുവേ ഉണ്ട്. പക്ഷേ സാമ്പത്തികമായിട്ട് അദ്ദേഹത്തിന് വലിയ ലാഭം ഉണ്ടായി. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ നിലവിൽ ഇപ്പോൾ സാന്റോസിലേക്ക് പോകുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു പേയ്മെൻറ്റ് മാറ്റം നെയ്മറിനുണ്ടാകും. അതായത് നെയ്മർ ഇപ്പം വാങ്ങുന്ന സാലറി ഒരിക്കലും സാന്റോസ് പോലത്തെ ഒരു ക്ലബിന് നൽകാൻ സാധിക്കില്ല. സാന്റോസ് നെയ്മറിന്റെ ബോയ്ഹുഡ് ക്ലബ്ബാണ്. വൈകാരികമായുള്ള ഒരു അടുപ്പുണ്ട്. അപ്പോൾ അദ്ദേഹം തിരിച്ച് ബ്രസീലിയൻ ലീഗിലേക്ക് വരുമ്പോൾ അത് ബ്രസീൽ ഫുട്ബോൾ എന്നല്ല വലിയൊരു ആവേശം നൽകും. നിലവിൽ ഏറ്റവും വലിയ സ്പോർട്ടിംഗ് ഐക്കൺ ഇപ്പോൾ ബ്രസീലിലെ ആരാണെന്ന് ചോദിച്ചാൽ അത് നെയ്മർ തന്നെയാണ്. അപ്പോൾ നെയ്മർ തിരികെ ബ്രസീൽ ലീഗായ ബ്രസീലിയൻ സിരിയയിലേക്ക് വരുന്നത് അവിടെ മൊത്തം ഫുട്ബോളിനൊരു ഉണർവ് നൽകുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഓൾറെഡി ഓസ്കാറും പിന്നെ അതുകൂടാതെ കുട്ടീനിയോയൊക്കെ ഇപ്പം ബ്രസീലിയൻ ലീഗിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ നെയ്മർ കൂടി എത്തുമ്പോൾ എന്തായാലും ഇതൊരു വേറെ തലത്തിലേക്ക് മാറും. പിന്നെ അടുത്ത ലോകകപ്പിന് മുന്നോടിയായിട്ട് നെയ്മറിന് വീണ്ടും തൻ്റെ ഫോം തിരിച്ചു പിടിക്കാനും പരിക്കില്ലാതെ മുന്നോട്ട് പോകാനൊക്കെ സാധിക്കാനുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു സാന്റോസിലേക്കുള്ള കൂടുമാറ്റം. അപ്പം സാലറിക്ക് ഉപരിയായിട്ട് ഇനി ഫുട്ബോൾ, അതായത് ഇനിയൊരു അവസരം ഉണ്ടാകില്ല. കാരണം നെയ്മറെ സംബന്ധിച്ച് ലാസ്റ്റ് ഡാൻസ് ആണ്. 2026 ലോകകപ്പ് നെയ്മറിൻ്റെ ലാസ്റ്റ് ലോകകപ്പ് ആയിരിക്കും. കാരണം ഈ ഫെബ്രുവരിയിൽ നെയ്മറിന് 33 വയസ്സാവും. അപ്പം 2026 ലോകകപ്പ് വരുമ്പോൾ 34 വയസ്സ് പൂർത്തിയാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും നെയ്മറെ സംബന്ധിച്ച് ഇനിയൊരു അവസരം ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പം സാന്റോസിൽ ഒരു ഫുൾ സീസണൊക്കെ കളിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ വലിയ രീതിയിൽ ഉയരും. ബ്രസീൽ ടീമിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്താനുള്ള ഒരു മോട്ടിവേഷണൽ ലെവലിൽ ആ ഒരു സംഭവം വരാനാണ് സാധ്യത. അപ്പം നെയ്മർ സാന്റോസിലേക്ക് പോകുന്നത് ബ്രസീൽ ആരാധകരെ സംബന്ധിച്ച് അതൊരു വലിയ പോസിറ്റീവായുള്ള വാർത്ത തന്നെയാണ്. കാരണം നെയ്മറുടെ സാന്നിധ്യം ബ്രസീൽ ടീമിന് വളരെ നിർണായകമായിരിക്കും. പ്രത്യേകിച്ച് അടുത്ത ലോകകപ്പിൽ 2026 ലോകകപ്പിൽ ബ്രസീലിന് എന്തെങ്കിലുമൊക്കെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ ടീം ഒരു ഒത്തിണക്കത്തോടെ കളിക്കുക വേണ്ടത്. പ്രതിഭകളുടെ കാര്യത്തിൽ യാതൊരു വന്യവുമില്ല. ലോകത്തിലെ മുൻനിര താരങ്ങളെല്ലാം ബ്രസീലിലുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ആ ഒരു ഏകോപനവും ഒരു ഒത്തൊരുമയും ഇല്ല. അപ്പം നെയ്മറിന് വേണ്ടി കളിക്കുക എന്നുള്ള ഒരു ആവേശം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ ബ്രസീലിന് നല്ലൊരു ഫൈറ്റ് കാഴ്ചവെക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം നെയ്മർ സാന്റോസിലേക്ക് വരുന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അതൊരു ആശ്വാസകരമായ തീരുമാനമാണ്. ഇന്റർ മയാമിലേക്ക് അദ്ദേഹം പോകാൻ സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്റർ മയാമിയേക്കാൾ നെയ്മറിന് കുറച്ചും കൂടെ ബെറ്റർ സാന്റോസ് ആയിരിക്കും എന്നാണ് പൊതുവെ വിലയിരുത്തുന്നത്. കാരണം ആ ഒരു വൈകാരിക തലത്തിലൊക്കെ നിൽക്കുന്ന ഒരു ക്ലബ്ബാണ്. പിന്നെ അദ്ദേഹത്തിന് ആ രീതിയിലൊരു സാലറിക്ക് ഉപരിയായിട്ട്
ഒരു ഇതൊക്കെ കൊടുക്കുന്ന രീതി, ഷെയർസൊക്കെ ഓഫർ ചെയ്യുന്ന രീതിയിലുള്ളൊരു ഡീലിലേക്കൊക്കെ പോകാനാണ് സാധ്യത എന്നാണ് അറിയാൻ കഴിയുന്നത്. പിന്നെ നെയ്മറെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നെയ്മറിന് നിലവിൽ ഇപ്പം ലഭിക്കുന്ന സാലറിയുടെ ഒരു 95% കട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ സാന്റോസിന് വേണ്ടി കളിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അത് നെയ്മർ തയ്യാറാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഡീല് വർക്കൗട്ട് ആവാൻ പോകുന്നത്. ഇപ്പം ഗാബ്രിയൽ മാർക്കോട്ടി എന്ന് പറയുന്ന പ്രമുഖനായുള്ള ഇറ്റാലിയൻ ജേർണലിസ്റ്റ്, ESPN ജേർണലിസ്റ്റ് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നെയ്മർ ഒരു 20 മക്കൾ നെയ്മറിനുണ്ടെങ്കിൽ അത്രയും മക്കൾക്ക് കോടീശ്വരന്മാരാകാനുള്ള സമ്പത്ത് നെയ്മറിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇനി നെയ്മർ ഫുട്ബോളിന് വേണ്ടിയാണ് വിനിയോഗിക്കേണ്ടത്, പണത്തിന് വേണ്ടിയല്ല തൻ്റെ ടൈം വിനിയോഗിക്കേണ്ടത്. അപ്പോൾ ഇതൊരു വൈസ് ഡിസിഷനാണെന്നാണ് ഗബ്രിയേൽ മാർക്കോട്ടി പറഞ്ഞിരിക്കുന്നത്. അതുതന്നെയാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത്. ഇപ്പം അൽ ഹിലാലിൻ്റെ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തു, അൽ ഹിലാലുമായുള്ള കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തു. അതുവഴി നെയ്മറിന് വലിയൊരു തുക നഷ്ടമായിട്ടുണ്ട് സാലറി ഇനത്തിൽ. അപ്പോൾ ഇതൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷേ നെയ്മർ പരിക്ക് കാരണം അൽ ഹിലാലിന് വേണ്ടി ആകെ കളിച്ചത് 7 മത്സരങ്ങളാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ അതൊരു വലിയ ലാഭം തന്നെയാണ്. പക്ഷേ നെയ്മറിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ പ്രശ്നം അദ്ദേഹത്തിന് ഏറ്റ പരിക്കുകൾ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു സൗന്ദര്യാത്മക ഫുട്ബോളിൻ്റെ ഒരു ഇര കൂടിയാണ് അദ്ദേഹം. കാരണം പലപ്പോഴും എതിർതാരങ്ങൾക്ക് ഫൗൾ ചെയ്യാൻ തോന്നുന്ന രീതിയിലുള്ളൊരു സ്റ്റൈലിഷ് പ്ലേ ആണ് നെയ്മറിൻ്റേത്. അപ്പോൾ അത് അദ്ദേഹത്തിന് വലിയൊരു വിനയായിട്ടുണ്ട്. ഏതാണ്ട് 4 വർഷത്തോളം പരിക്കിൻ്റെ പിടിയിലായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് അതൊരു വലിയൊരു ടേം തന്നെയാണ്. കാരണം വിവിധ ഘട്ടങ്ങളിലായിട്ട് ഏതാണ്ട് 4 വർഷത്തോളം സമയം നെയ്മറിന് നഷ്ടമായിട്ടുണ്ട് തൻ്റെ കരിയറിൽ. അപ്പോൾ ഇപ്പം 32 വയസ്സ് കഴിഞ്ഞ് 33-ാം വയസ്സിലേക്ക് കടക്കുന്ന നെയ്മർ ഇത്രയും വർഷം പുറത്തിരിക്കേണ്ട, വർഷം എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് പറയുമ്പോൾ ഈ ഒരു പരിക്ക് കാരണം നഷ്ടപ്പെട്ട ദിനങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടുന്നൊരു കാലയളവാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഏതൊരു താരത്തിനെ എൻകൗണ്ടർ ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ്. അപ്പോൾ നെയ്മർ അതിലേക്ക് അതിജീവിച്ച് വീണ്ടും ഒരു തിരിച്ചുവരവ് നടത്തുമോ എന്നുള്ളതാണ് നമുക്ക് ഇനി അറിയേണ്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് അതിനായിട്ട് കാത്തിരിക്കാം. അപ്പോൾ നെയ്മർ സാന്റോസിലേക്ക് പോകുന്ന ആ ഒരു നീക്കം വളരെ പോസിറ്റീവായിട്ട് തന്നെ കാണേണ്ടി വരും. കാരണം ബ്രസീലിന് വേണ്ടി ഒരു ലാസ്റ്റ് ഡാൻസ് നടത്തുക എന്നുള്ളതായിരിക്കും നെയ്മറിന് മുമ്പിലുള്ള ഇനിയുള്ള ഏറ്റവും വലിയ ഒരു ലക്ഷ്യം. എന്തായാലും നമുക്ക് അതിനായിട്ട് കാത്തിരിക്കാം.